ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് വയനാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പിന്റെ വ്ലോഗാണ്. അപ്പം നമ്മൾ ഈ പുലർച്ചെ ടൈം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മളെ കസിൻസ് നമ്മളെ സിബ്ലിംഗ്സ് ആണ് കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഉമ്മയുണ്ട് കൂടെ. നമ്മൾ രാവിലെ ഇറങ്ങിയ കാരണം നമ്മൾ നേരത്തോടെ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല കോടൊക്കെ ഇറങ്ങിയ ടൈമായിരുന്നു. നല്ല അടിപൊളിയായിരുന്ന ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കണ്ടാണ് കുറച്ച് കഴിഞ്ഞ് കണ്ടുവന്ന്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടിയിട്ട് ഇത് നമ്മൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുള്ള സ്പോട്ട് നമ്മൾ ചൂരൽമല മുണ്ടക്കൽ ആ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം എല്ലാവർക്കും കണ്ടിട്ട് പരിചയം ഉണ്ടായിരിക്കും. വീഡിയോയിലും ഫോട്ടോസിലൊക്കെ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാർ നേരിട്ട് അനുഭവിച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് കുറച്ച് നാളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പ്ലേസ് ലാൻഡാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ട്. അടിപൊളിയായിരുന്നു. നമ്മൾ 2 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കുണ്ട്. നമ്മളെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതുകൂടാണ്ട് നമ്മൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇൻഡോർ പ്ലേസ് ആയിട്ടുള്ള യൂനോ പിന്നെ നമ്മുടെ ലുഡോ ഒത്തിരി ഗെയിംസ് ക്യാരംസ് സാധ്യത ഒത്തിരി ഗെയിംസും കണ്ടു. നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ പിന്നെ ബോറടിക്കില്ല. ഒത്തിരി നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ നമുക്ക് വേണമെങ്കിൽ ബാർബിക്യൂ അതിനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം നേരെ പോയത് ഫുഡ് കഴിക്കായിരുന്നു. ലഞ്ച് കഴിച്ച് നേരെ കാണാൻ പോയത് ലേക്ക് ആയിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തതിന്റെ അടുത്തായിട്ട് ലേക്ക് ഉണ്ട്. അടിപൊളി ലേക്ക് ആയിരുന്നു. പിന്നെ പോയത് അങ്ങോട്ടായിരുന്നു. നമ്മൾ അവിടെ തന്നെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് സൺസെറ്റ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് എത്തിയിട്ട് കുറച്ച് നേരം നമ്മൾ സ്വിമ്മിങ് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വിമ്മിങ് പൂളായിരുന്നു. കുറച്ചധികം നേരം നമ്മൾ അതിൽ കളിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകാൻ മുന്നേ മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ നമുക്ക് അവർ ചാർക്കോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് തന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറച്ചധികം നേരം നമ്മളങ്ങനെ എന്തായാലും നൈറ്റ് വൈബാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ഒരു ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് കിടന്നുറങ്ങി. പിന്നെ നമ്മൾ പിറ്റേ ദിവസം അത് രാവിലെ 5:30 എണീച്ചിട്ട് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു അടിപൊളി സൺറൈസും കണ്ട് അതിൻ്റെ അടുത്ത് വലിയൊരു മല ഉണ്ട്. അതും കയറി കുറേ അധികം ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു മലയും ആ ഒരു സൺറൈസും ഒക്കെ പാടെ. അങ്ങനെ തിരിച്ച് നമ്മൾ സ്റ്റേ നോട്ടിൽ വന്നിട്ടാണ്. അപ്പോൾ അവിടുത്തെ മോർണിംഗ് വ്യൂ ആണിത്. പിന്നെ കുറച്ച് നേരം നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പാർക്കിൽ കളിച്ച് പിന്നെ നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് കുറച്ച് നേരം തേയിലത്തോട്ടത്തിലേക്കായിരുന്നു. കാരണം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എന്നെ ഒരു പറഞ്ഞിട്ടുള്ളൊരു വയനാടിൻ്റെ ഉള്ളിൽ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വില്ലേജിലേക്കാണ്. ട്രക്ക് ഒരു ഓഫ് റോഡ് ആയ കാരണം തന്നെ ഒരു ജീപ്പ് യൂസ് ആക്കിയിട്ടാണ് അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ ഒരു അവിടുത്തെ ട്രൈബൽ മാർക്കറ്റാണ്. ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പണ്ടത്തെ തരത്തിലുള്ള ആദിവാസികളൊക്കെ യൂസ് ആക്കിയിരുന്ന വീടുകൾ, കൃഷിക്ക് ഉപയോഗിച്ച കാര്യങ്ങൾ, പിന്നെ അവരുടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അവരുടെ അവരുടേതായിട്ടുള്ള കുറച്ച് പാട്ടും പിന്നെ അതിനനുസരിച്ച് അത് ഡാൻസ് കളിക്കുന്നതും അതൊക്കെ നമുക്ക് അവർ കാണിച്ചു തരും. അതിന് പ്രത്യേകം പ്ലേ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കതൊക്കെ അവർ കാണിച്ചു തരിക. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിക്കാണ് വയനാട്ടിൽ തിരിച്ച്. പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് എത്തിയപ്പോഴാണ് നിർത്തിയത്. കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഉപ്പിലിട്ടത് മൈസൂട്ടൊക്കെ കഴിച്ച് കുറച്ച് കടലും കഴിച്ച് പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ബീച്ചിൽ നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല ഇടിമിന്നൽ മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. നമ്മൾ വയനാട്ടിൽ പോയ ട്രിപ്പിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.